My beautiful souls, very good morning. എന്താണ് നിങ്ങൾക്കുള്ള മോർണിംഗ് മെസ്സേജ്? സോ എന്താണ് എൻ്റെ മോർണിംഗ് സ്പിരിറ്റ്സ് നിങ്ങൾക്ക് തരുന്ന സ്പെഷ്യൽ മെസ്സേജ്? നമുക്ക് നോക്കാം. വാട്ട് യു നീഡ് ടു ഹിയർ ഇൻ ദിസ് ബ്യൂട്ടിഫുൾ മോർണിംഗ്. ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ്. വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. It's like I'm not getting any special message for you now. It's like എൻ്റെ സ്പിരിറ്റ് ചിന്തിക്കുന്ന പോലെ ഓർ ഓർ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ വാച്ച് ചെയ്യുന്നത് പോലെ. ബട്ട് ഐ ക്യാൻ സീ ദേ ആർ സ്മൈലിങ്. അവർക്ക് ഒരു ചിരി ഉണ്ടാവും, ഒരു ചെറിയൊരു പുഞ്ചിരി ഉണ്ടാവുന്നുണ്ട് ഫേസിൽ. ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾ കേൾക്കേണ്ടത് ഈ ഒരു ടൈമിൽ. വാട്ട് ഡു യു നീഡ് ടു ഹിയർ? ഓക്കെ, യു ഗൈസ് ടെൽ മീ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷം രാവിലെ തന്നെ എണീറ്റ പാടെ തോന്നുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒന്നുമില്ല, ഇപ്പം റീസൺ അറിയാത്തൊരു കാര്യത്തിൽ ഇറ്റ്സ് ലൈക്ക് നമ്മളുടെ കൂടെ ആരോ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ നമ്മളൊരാളിങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ചിരി വരില്ലേ? ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നിങ്ങൾക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ മറക്കരുത്. ആക്ഷൻ. ഓക്കെ ഓക്കെ. സോ നമ്മൾ സ്മൈലിനെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ സ്മൈൽ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ആക്ഷൻ ആയിരിക്കും നിങ്ങൾ ഈ ഒരു സമയത്ത് കാണിക്കേണ്ടത്. സ്മൈൽ ചെയ്യുക, നന്നായിട്ട് ചിരിക്കുക, പുഞ്ചിരിക്കുക. അങ്ങനെ ഒരുപാട് ഇങ്ങനെ അട്ടഹസിക്കുന്ന പോലെയല്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു സ്മൈലാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ, അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ സ്ട്രോങ്ങസ്റ്റ് ആക്ഷൻ ഈ ഒരു ടൈമിൽ. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ സോൾ ഒരുപാട് ഒരു ഫ്രീഡം അനുഭവിക്കുന്നുണ്ട്. സോൾ ഒരുപാട് കാം ആയിട്ടുള്ള എനർജി കണക്ട് ചെയ്യുന്നുണ്ട്. ഓർ നിങ്ങളുടെ സോളിൻ്റെ ചില ക്വാളിറ്റീസോ ഓർ ചില കഴിവുകൾ അത് കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അത്യാവശ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ട ഒരു അറ്റൻഷൻ നിങ്ങൾ ഈ ഒരു സമയത്ത് കൊടുക്കുക. നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഇതുവരെ നിങ്ങൾ ചെയ്യാത്ത ചില കഴിവുകളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും, പറഞ്ഞു തരും നിങ്ങളുടെ ഉള്ളിൽ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻറ്റ്യൂഷൻ തോന്നുകയാണ്, പെട്ടെന്ന് എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യുക. ബിക്കോസ് നിങ്ങളുടെ സോൾ ഒരുപാട് ഫ്രീഡം ഈ ഒരു സമയത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പല കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു സിറ്റുവേഷൻസ് കൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ പല അറകളും ഇങ്ങനെ തുറന്നതുപോലെയാണ് കാണുന്നത്. ഓക്കെ, സോ നമ്മളുടെ ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കിയത് എത്രമാത്രം ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, അതെല്ലാം നമ്മുടെ സോള്, അതെല്ലാം നമ്മുടെ കപ്പാസിറ്റി, അതെല്ലാം നമ്മുടെ കഴിവ്, അതെല്ലാം നമ്മുടെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, നമ്മുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ബട്ട് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു അറകൾ തുറന്നു പോയ പോലെ ഉണ്ട്. ഓക്കെ, ഇതുവരെ തുറക്കാത്ത ചില കാര്യങ്ങളൊക്കെ തുറന്നിട്ടുണ്ട്. സോ അവിടെ മേ ബി നിങ്ങൾക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിവുകളൊക്കെ ഉള്ള ആളുകളായിരിക്കാം. സ്ട്രെങ്ത് ആയിരിക്കാം, ചില ആളുകൾക്ക് വലിയ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ. ഇത്ര കാര്യമായിട്ട് എനിക്ക് ആ ഒരു കാര്യം ചെയ്യാൻ പേടിയാണെന്ന് വിചാരിച്ചിട്ടുള്ള ആളുകൾക്ക് ആ ഒരു കാര്യം ഓപ്പൺ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ ചില വാതിലുകൾ തുറക്കുന്ന സമയത്ത് ഈ ഒരു പേടി ഉണ്ടാവില്ല നിങ്ങളുടെ ഉള്ളിൽ. അങ്ങനത്തെ ഒരു കാര്യം അവിടെ ഉണ്ടാവില്ല, നിങ്ങൾക്കത് ഓർമ്മയും ഉണ്ടാവില്ല, നിങ്ങൾ ആ ഒരു പേഴ്സണും ആയിരിക്കില്ല. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. സോ ചില കാര്യങ്ങൾ തുറക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് പോലെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു ഫ്രീഡം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഒരു ആനന്ദം, എന്തൊക്കെയോ ഒരു സന്തോഷം, ഇതിനേക്കാൾ കൂടുതൽ എന്തൊക്കെ ഒരു ഇമോഷൻസ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രീഡം നിങ്ങൾ കൊടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ടാപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഈവൻ നിങ്ങളൊന്നും സെൽഫായിട്ട് എഫേം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പറയാം, ഐ എം ഗിവിങ് ഓൾ ദ ഫ്രീഡം ടു മൈ സെൽഫ്, മൈ സോൾ, to explore its talent, to explore its blessing, to explore its intention or purpose. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ടാപ്പ് ചെയ്യുക, നിങ്ങളുടെ തേർഡ് ഐ ഏരിയയിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുക. ഇതുപോലെ നിങ്ങളുടെ കണ്ണിൻ്റെ 2 സൈഡിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മൂക്കിന് താഴെയായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. കൺതടത്തിൻ്റെ അവിടെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ താടിയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഹാർട്ട് ഏരിയയിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുക. നിങ്ങളുടെ ക്രൗൺ ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഫർമേഷൻ, സെൽഫ് ടോക്കായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ പറയാം, ഓക്കെ, എനിക്ക് വേണ്ട എല്ലാ സ്വാതന്ത്ര്യങ്ങളും കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ സോളിൻ്റെ ഏറ്റവും പരമമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉള്ളിൽ പല ഉറങ്ങിക്കിടന്ന കഴിവുകളും ഉണരുകയാണ്. ഉറങ്ങിക്കിടന്നിട്ടുള്ള പല അവസരങ്ങളും ഉണരുകയാണ്, എന്നിലേക്ക് വരികയാണ്. ഞാൻ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫോമിലൂടെയാണ് പോകുന്നത്. ഏറ്റവും സന്തോഷം ഞാൻ അതിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് പറയാം. ഓക്കെ, ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുമോ അതും കൂടെ നിങ്ങൾ ആഡ് ചെയ്യാം. ബിക്കോസ് നിങ്ങളുടെ സോളിന് അങ്ങനത്തെ ഒരു
അനുഭവം ഉണ്ടാവുന്നുണ്ട്, ഒരു ഡീപ്പ് അവേക്കനിങ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ്, യാ, അതാണ് നമ്മളിപ്പം ചെയ്തിട്ടുള്ളത്. ഓക്കെ, എൻ്റെ സോളിന് ഞാൻ എല്ലാവിധ ഫ്രീഡവും കൊടുക്കുകയാണ്. എൻ്റെ സോൾ ഉണരുകയാണ്. എൻ്റെ സോള് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി കാണിക്കുകയാണ്. ആ ഒറ്റ കാര്യം മതി. എൻ്റെ സോൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി കാണിക്കുകയാണ്. ആ ഒരൊറ്റ വാക്ക് മതി നിങ്ങൾക്കെല്ലാം പറയാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ്. എവിടേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കുമോ? ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഓരോ സ്ഥലത്ത് പോകുന്ന സമയത്ത് ഇറ്റ്സ് ലൈക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. ഓക്കെ, സോ നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെയാണെന്ന് വിചാരിക്കുക. നമ്മൾ ബാങ്കിലൊക്കെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ പോയിട്ട് ക്യാഷ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ ഓരോ കാര്യങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്തും, ഓരോ ആളുകളെ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന സമയത്തും, ഓരോ കാര്യങ്ങളിൽ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്തും ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. നിങ്ങളൊരു കടയിൽ പോവാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങിക്കുകയാണ്. സോ പറയാ, ഞാൻ ഇന്ന് എനിക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ വാങ്ങിച്ചു, അതിനുള്ള ഫൈനാൻഷ്യൽ ഫ്രീഡം എനിക്ക് ഉണ്ടായി, അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി, ആൻഡ് ഇനി ആ ഒരു കാര്യം എൻ്റെ ലൈഫിലുണ്ട് എന്നുള്ളത് പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫുഡ് ആരെങ്കിലും തന്നു, ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. നിങ്ങൾ ഇന്ന് കാണാൻ നല്ല ഭംഗിയായിട്ട് തോന്നി, ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ഭംഗിക്ക്, നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിന് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് സ്നേഹമായിട്ട് പെരുമാറി, ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്തു, ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ആരെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചു, ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഇന്ന് എനിക്ക് അവരെ സഹായിക്കാൻ സാധിച്ചു, അത് നാളെ എനിക്ക് റൈറ്റ് ആയിട്ട് സംഭവിക്കും എന്നുള്ളത് പറയാ. ആരെങ്കിലും നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റിയെങ്കിൽ ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ പറ്റിയെങ്കിൽ ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഈവൻ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ഇൻകംസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ വഴി സപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. എന്തൊക്കെ കാര്യങ്ങളുണ്ട് അല്ലെ ലൈഫിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാൻ. ഇത് നിങ്ങൾ ഓരോ ആളുകളെ ഇന്ന് കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഓരോ ആളുകളിൽ നിങ്ങളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കുക, നിങ്ങൾ അതൊരു ഇൻവെസ്റ്റ് ചെയ്യാണ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നമ്മൾക്ക് അതിനൊരു റിട്ടേൺ ഉണ്ടാവണം, റൈറ്റ്? സോ മേ ബി നമുക്കറിയില്ല ചിലതൊക്കെ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രമാത്രം നമുക്ക് റിട്ടേൺസ് കൊണ്ടുവരും എന്നുള്ളത്. ബട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് എന്തായാലും കുറഞ്ഞു പോവില്ല, അതിന് എന്തായാലും കൂടുതൽ കാര്യങ്ങളെ അവിടുന്ന് വരാനുള്ളൂ, റൈറ്റ്? ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് അങ്ങനെയാണ്. ബി ഗ്രേറ്റ്ഫുൾ. എന്തൊക്കെ കാര്യങ്ങൾ ലൈഫിൽ നല്ല രീതിയിൽ സംഭവിക്കുന്നുണ്ടോ, ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഓക്കെ, ആൻഡ് നിങ്ങൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്തു വരികയാണ്. സോ പ്രോബബ്ലി നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നും ചില കാര്യങ്ങളിലേക്ക് നിങ്ങളെ കൂടുതൽ എൻ്റർടൈൻ ചെയ്യാൻ നിങ്ങൾക്കും സാധിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് യൂസ്ഡ് ആയിട്ടുള്ളത് അങ്ങനെ നിങ്ങൾക്കും നിൽക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. ചില സിറ്റുവേഷനോ ആളുകൾക്കോ കാര്യത്തിനോ നിങ്ങളിലേക്ക് വരാൻ പെർമിഷനും ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്തോ എഗെയിൻസ്റ്റ് ആയിട്ടാണ് സംഭവിക്കുന്നത്. അങ്ങനെയല്ല, ചിലത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി നിർത്തപ്പെടുന്നതാണ്. ഓക്കെ, സോ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം സംഭവിക്കുന്നത്. നിങ്ങളത് ഡിസേർവ് ചെയ്യാത്തതുകൊണ്ടോ നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റാത്തത് കൊണ്ടോ അല്ല. നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. സോ അവിടെ ക്വാളിറ്റിയുള്ള കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അലൈൻഡ് ആക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് മാത്രമേ അവിടെ പെർമിഷൻസ് ഉള്ളൂ. ഓക്കെ, സോ അത് ലൈക്ക് ആരെങ്കിലും ഇന്റൻഷനലി മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ശരി, സിറ്റുവേഷൻസ് കാരണം മാറി നിൽക്കേണ്ട സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ശരി, ചിലത് വരണം. ഓക്കെ, സോ ചില കാര്യങ്ങൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ അവിടെ വരേണ്ടതായിട്ടും ഉണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെയും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങളുടെ ഇൻകത്തിലൊക്കെ ചില മാറ്റങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. സോ നിങ്ങളുടെ പഴയ ഇൻകം പോയിട്ട് പുതിയ ഇൻകം വരിക എന്ന് പറയുന്നത് പോലെ. ഓക്കെ, സോ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ സെർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈഫ് പല രീതിയിൽ പല കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഒരു ഗിവ് ആൻഡ് ടേക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഡിവൈൻ തരും, നിങ്ങളത് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് പോലെ. ഓക്കെ, സോ നിങ്ങളൊരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നത് പോലെ. സോ നിങ്ങൾക്ക് ലൈഫ് എന്തൊക്കെ കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നോ, ലൈഫ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സ്നേഹം നിങ്ങളിലേക്ക് കൊടുത്തയക്കുകയാണ്. ആരെങ്കിലും വഴിയോ എന്തെങ്കിലും കാരണം വഴിയോ, അല്ലെങ്കിൽ അതുവരെ സ്നേഹം കാണിക്കാത്ത ആളുകളൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് സ്നേഹം കാണിക്കുന്ന സമയത്ത് മനസ്സിലാക്കാതെ ലൈഫ് നിങ്ങൾക്ക് തരുന്നതാണ്, ഡിവൈൻ നിങ്ങൾക്ക് തരുന്നതാണ്. സോ നിങ്ങൾ വഴി അത് വേറെ ആളുകൾക്ക് കൊടുക്കുക, അത് റൈറ്റ് ആയിട്ടുള്ള പ്ലേസിലേക്ക് കൊടുക്കുക. ഓക്കെ, ഒരു പ്ലേസിൽ നിന്ന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചില കാര്യങ്ങൾ വരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു സോഴ്സ് നിങ്ങൾ ക്ലോസ് ചെയ്ത് വെക്കരുത്. റൈറ്റ് ആയിട്ടുള്ള പ്ലേസിൽ നിന്നാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഈ ഒരു ടൈമിൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങളത് വളരെ അവെയർ ആയിട്ടിരിക്കുക. സോ നിങ്ങൾക്ക് എന്താണ് ലൈഫ് തരുന്നത്, നിങ്ങളത് മറ്റുള്ള ആളുകൾക്കും കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ സമാധാനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സമാധാനം നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുക. സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുക. നിങ്ങൾ ഒരുപാട് ഫൈനാൻഷ്യൽ ചേഞ്ചസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നത് പോലെ മറ്റുള്ള ആളുകൾക്ക് സെർവ് ചെയ്യുക.
ഓക്കെ, സന്തോഷമായിട്ട് കാര്യങ്ങൾ കണക്ട് ചെയ്യാം. നല്ലൊരു പ്രൊവൈഡർ ആവുക. ബിക്കോസ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതവും ഒരു ഡിവൈൻ ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട് നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. ഒരുപാട് പ്രൊവൈഡ് കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു സമാധാനം എന്ന് പറയുന്നത്. നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ ആണ് നിങ്ങൾക്ക് ഒരുപാട് സമാധാനം കൊണ്ടുവരുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓരോ പ്രവൃത്തികളും നിങ്ങൾക്ക് അത്രയൊരു മനസ്സമാധാനം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സി നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ട് പറഞ്ഞു അല്ലേ. നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ആണ് നിങ്ങൾക്ക് അവിടുന്ന് ഫലവത്തായിട്ടുള്ള കാര്യങ്ങൾ തരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു വൃക്ഷം നട്ടിട്ട് അതിന്ന് നമുക്ക് ഫലങ്ങൾ കിട്ടുന്നത് പോലെ. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ നടുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടുന്ന് നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് അവിടുന്ന് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പേഷ്യൻസ്. സോ ചില പ്ലേസിൽ ചില കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു ബൗണ്ടറീസ് വേണം. ചില കാര്യങ്ങൾ നിങ്ങൾ ചിലതൊക്കെ നാച്ചുറലി അൺഫോൾഡ് ആവാനുള്ളൊരു ടൈമും എഫേർട്ടും നിങ്ങൾ കൊടുക്കണം. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ നിങ്ങളുടെ ആ ഒരു പ്രവൃത്തി, നിങ്ങളുടെ ആ ഒരു ഉത്തരവാദിത്വ ബോധം, നിങ്ങളുടെ മേല് മറ്റുള്ള ആളുകളുടെ മേല് നിങ്ങളുടെ ആക്ഷന്റെ മേല് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ആ ഒരു ഓണർഷിപ്പ് നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ആ ഒരു എന്താ പറയുക ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു പവർ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്, പരമാധികാരം എന്നൊക്കെ പറയുന്നത് പോലെ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ആ ഒരു കൺട്രോൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടുവരാനുള്ളൊരു ഫ്രീഡം, അധികാരം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, മേ ബി ചില ആളുകൾക്ക് അതായിരിക്കാം നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്നുണ്ടായിരിക്കാം. ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ പോലുള്ളൊരു അധികാരം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടാവില്ല. അത് ഇല്ലാഞ്ഞിട്ടല്ല, നിങ്ങൾ അങ്ങനെ ആയിരിക്കാം സിറ്റുവേഷനിൽ യൂസ്ഡ് ആയിട്ട് നിന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഇതാണ് നിങ്ങൾ പ്രോബബ്ലി റിലീസ് ചെയ്യാൻ പോകുന്നത്. ഓൾറൈറ്റ്, എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ താല്പര്യങ്ങൾ എന്താണ്, നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതും അതാണ്. നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക. നിങ്ങളുടെ സ്നേഹം ആയിക്കോട്ടെ, നിങ്ങളുടെ താല്പര്യങ്ങളായിക്കോട്ടെ, നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ ആയിക്കോട്ടെ, നിങ്ങൾ ഇമോഷണലി എക്സ്പ്രസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അടുത്ത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ എന്തൊക്കെയാണ് വളരെ അൺസ്പോക്കൺ ആയിട്ട് കിടക്കുന്നത്, അതിലെന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, അവിടെ എന്തൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ചില കാര്യങ്ങളും ആക്ഷനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ തന്നെ ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ആ ഒരു കൺട്രോൾ ഉണ്ടാവുന്നത്. ഓൾറൈറ്റ്, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വെളിച്ചത്തിലേക്ക് വരാൻ സാധിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ചില പ്ലേസിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചില സ്ഥലത്തേക്ക് നിങ്ങൾ ചെല്ലാൻ പോവാണ്. ഓക്കെ, എത്തിപ്പെടാൻ പോവാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് വരുന്നത് പോലെ ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട് ലൈഫ്. ഓക്കെ, നിങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ക്ലാരിറ്റി ഉണ്ട്. ചില ആളുകൾ നിങ്ങൾ ഒരുപാട് മെഡിറ്റേഷനും ഒരുപാട് നിങ്ങൾ സ്വയം ക്ലെൻസ് ചെയ്യുന്ന പ്രോസസ്സിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ടായിരിക്കണം. ലൈക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, ഓർ നിങ്ങളുടെ സെൽഫ് ടോക്ക്, നിങ്ങളുടെ ഒരു ഓത്തന്റിക് പവറിൽ നിൽക്കാൻ ശ്രമിക്കുക. മാസ്കുലിൻ ഓർ ഫെമിനിനിൽ കൂടുതൽ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഒരു സമയത്ത് അക്സെപ്റ്റ് ചെയ്യാതെ പോയിട്ടുള്ള തിരിച്ചറിവുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ പഠിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ലൈഫ് നമ്മൾ മുന്നേ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം, പക്ഷെ നമുക്കത് കുറച്ച് കൈപ്പേറിയായിട്ടുള്ള അനുഭവങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അല്ലെ. ഫൈനലി നിങ്ങൾ ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ എങ്ങനെയാണോ അതുപോലെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരുപാട് എഫേർട്ട് ചില പ്ലേസിൽ കൊടുക്കുന്നില്ല. ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനോ ഒന്നും നിങ്ങൾ അതിൽ ഒരുപാട് എഫേർട്ട് കൊടുക്കുന്നില്ല. ഇൻസ്റ്റീഡ് ഓഫ് ദാറ്റ് നിങ്ങൾ അവിടെ സറണ്ടർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഫൈനലി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ലൈഫിന്റെ ട്രൂത്ത്, ലൈഫിന്റെ ഇന്റൻഷൻ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മേലൊരു ബാലൻസ് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ ആ ഒരു സമയത്തായിരിക്കാം തിരിച്ചറിയാനും കൂടെ സാധിക്കുന്നുണ്ടായിരിക്കാം. റിയലൈസേഷൻ, ഗ്രേറ്റ്. എത്ര ആക്യുറേറ്റ് ആണ് ഈ ഒരു റീഡിങ് കണക്ട് ആവുന്നത് നോക്കൂ. നിങ്ങൾ അങ്ങനെ സറണ്ടർ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളെ പറ്റിയിട്ട് റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, നിങ്ങൾ മൂടി വെക്കാൻ ശ്രമിച്ചിട്ടില്ല. മനഃപൂർവ്വം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാതെ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫൈനലി കണക്ട് ചെയ്തു വരുന്നുണ്ട്. ആ ഒരു വിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. റൈറ്റ്, സോ നിങ്ങളാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഏറ്റവും നല്ലൊരു പ്രൊവൈഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഓർ നിങ്ങൾക്ക് എവിടേക്കാണോ നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി കാണിക്കേണ്ടതായിട്ടുള്ളത് അത് നിങ്ങൾ റൈറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, ഓരോ കാര്യത്തിലും ലൈഫിൽ സംഭവിക്കുന്ന ഓരോ കാര്യത്തിലും നിങ്ങൾ വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് തന്നെ ഇരിക്കണം. ബിക്കോസ് നിങ്ങൾ
സി നിങ്ങൾ എത്രമാത്രം ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുന്നോ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെ. നിങ്ങളുടെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇമോഷൻസ്, നിങ്ങളുടെ തന്നെ ഒരു ഡാർക്ക് സെൽഫ് ഉണ്ടായിരിക്കണം, ഡാർക്ക്നെസ്. നമ്മളുടെ ഉള്ളിൽ നല്ലതും മോശമായിട്ടുള്ള ക്വാളിറ്റീസ് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കാം, റൈറ്റ്? ബട്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു ഇമോഷൻസിന് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്. സോ ചില ഇമോഷൻസിന് നിങ്ങളുടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കേൾക്കുന്ന സമയത്ത് ചില ഇമോഷൻസിന് അവിടെ പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. ഓൾറൈറ്റ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒട്ടും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല എന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ് ആയിരിക്കാം നിങ്ങളുടെ എൻറ്റയർ ബോഡി സിസ്റ്റം, എൻറ്റയർ ഇന്റേണൽ സിസ്റ്റം നിങ്ങൾ റൂൾ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരിക്കാം. ഞാൻ കോൺഫിഡൻ്റ് അല്ലാത്തൊരു വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉൾവെളിഞ്ഞ് നിൽക്കണം എന്നുള്ളത് ആ ഒരു ഇമോഷൻസ് ആയിരിക്കാം നിങ്ങളെ റൂൾ ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ. ബട്ട് അവിടെ റൈറ്റ് ആയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് വരുന്ന സമയത്ത്, അവിടെ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള വാക്കുകൾ വെച്ച് റീപ്ലേസ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ആ ഒരു ഇമോഷൻസിന് നിങ്ങളിലേക്ക് അടുക്കാൻ പറ്റില്ല, അത് ദൂരെ നിന്ന് നോക്കി നിൽക്കുകയാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നമ്മൾ ബാഡ് എനർജി വരുന്ന സമയത്ത് നമ്മൾ കുരിശ് കാണിക്കുന്നത് പോലെ അതിനടുക്കാൻ പറ്റുന്നില്ല നിങ്ങളിലേക്ക്. സോ അവിടെ എങ്ങനത്തെ വാക്കുകൾ വെച്ച് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാം? നിങ്ങൾ കോൺഫിഡൻ്റ് അല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, ഞാൻ എല്ലാവരോടും കോൺഫിഡൻ്റ് ആയിട്ട് പെരുമാറുന്നു, എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ ധൈര്യത്തോടും കോൺഫിഡൻ്റ് ആയിട്ട് നേരിടുന്ന വ്യക്തിയാണ്. ആദ്യമൊക്കെ നിങ്ങൾക്കത് ഡിഫിക്കൽട്ടായിട്ട് തോന്നാം, ബട്ട് നിങ്ങളത് അതിലൊരു റിപ്പിറ്റേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്ന സമയത്ത് സ്ലോലി നിങ്ങളുടെ ഈ ഒരു ഇമോഷൻസിന് നിങ്ങളെ പിന്നെ റൂൾ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് കേപ്പബിൾ ആണ് നിങ്ങളുടെ ആ ഒരു പുതിയ കമാൻഡ് ആക്സെപ്റ്റ് ചെയ്യാൻ. ആൻഡ് സ്ലോലി നിങ്ങൾ പറയുന്ന ആ വാക്കിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റീസ് എക്സ്റ്റേണൽ ഇന്റേണൽ ആയിട്ട് അത് ഫൈൻഡ് ചെയ്യാൻ തുടങ്ങും. സോ നിങ്ങൾ കൂടുതൽ കോൺഫിഡൻ്റ് ആക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും പിന്നീട്, റൈറ്റ്? സോ ഇതൊരു എക്സാമ്പിൾ ആണ്. നിങ്ങളുടെ ലൈഫിൽ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെ റൂൾ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? എന്ത് ഇമോഷൻസ് ആണോ? അത് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഇമോഷൻ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ എനർജി ആവശ്യമില്ലാതെ ഡ്രെയിൻഡ് ആക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യുക. നിങ്ങളുടെ പവർഫുൾ വാക്കുകൾ യൂസ് ചെയ്ത്, നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് യൂസ് ചെയ്ത് ഒരു കാര്യത്തിന് പിന്നീട് അവിടെ നിങ്ങളിലേക്ക് അടുക്കാൻ പറ്റില്ല. ഓക്കെ, റിലേറ്റ് ചെയ്യുക ഇത് എവിടെയൊക്കെ നിങ്ങൾക്ക് ലൈഫിൽ കണക്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. സോ അതായിരിക്കും പ്രോബബ്ലി നിങ്ങൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ തന്നെ അങ്ങനത്തെ ഇമോഷൻസിനോടും നിങ്ങളുടെ തന്നെ അങ്ങനത്തെ സെൽഫ് ടോക്കിനോടും നിങ്ങൾക്കുള്ളിൽ തന്നെ ഇങ്ങനെ എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യത്തിനോടാണ് നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത്. അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് മാത്രം എന്നുള്ളതല്ല, അവിടെയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. സി ഹൗ ആക്യുറേറ്റ് ദിസ് റീഡിങ് ഈസ്. നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇറ്റ്സ് ലൈക്ക് ഒരു വീട്ടിലൊരു ഗൃഹനാഥൻ പോലെ ഒരു അച്ഛൻ ഒരു വീട് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യോ, എന്തൊക്കെ കാര്യങ്ങൾ ആ വീട്ടിലേക്ക് വേണ്ട, ആ ഒരു വീട്ടിൽ സമാധാനവും സന്തോഷവും ഗ്രോത്തും വേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നോ, അതുപോലെയാണ് നിങ്ങൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എടുക്കുക. ഒരു അച്ഛൻ്റെ ഒരു ഗൃഹനാഥൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എടുക്കുക. ഒരു മാസ്കുലിൻ്റെ അവിടെ ആക്ഷൻ വരണം. ഓക്കെ, എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, സോ ഇനി അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ കൊണ്ടു കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് ഞാൻ ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അവിടെ നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. നിങ്ങളുടെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള വാക്കുകൾ വരുന്ന സമയത്ത് ഉള്ളിൽ നിങ്ങൾക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എന്താണോ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി റിലേറ്റ് ചെയ്യാം. ഓക്കെ, അവിടെയാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് വെളിച്ചം കണക്ട് ചെയ്യാൻ പറ്റുന്നത്, അവിടെയാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് ഇങ്ങനെ സ്വയം ഒന്ന് മനസ്സിലാക്കിയിട്ട് എവിടേക്കാണോ ഞാൻ സ്ട്രോങ് ആയിട്ടുള്ള വാക്കുകൾ കൊടുക്കേണ്ടത്, റൈറ്റ് ആയിട്ടുള്ള വാക്കുകൾ ഞാൻ റീപ്ലേസ് ചെയ്യേണ്ടത്, അത് മനസ്സിലാക്കി നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ആ ഒരു റിയലൈസേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അതിനെ പറ്റിയിട്ട് നിങ്ങൾ ഓൾറെഡി ചിന്തിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക ഇതെവിടെയൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരുടെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.